നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ്റെ മീനൻ രാശിയിലേക്കുള്ള മാറ്റവും ആ മാറ്റത്തോടനുബന്ധിച്ച് മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളുമാണ്. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ എടുക്കുന്ന സമയം ഒരു മാസമാകുന്നു, 30 ദിവസക്കാലമാകുന്നു. മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ ഇതിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. സൂര്യനോട് എപ്പോഴും കൂടെ നിൽക്കുന്ന ബുധനും 30 മുതൽ 45 ദിവസം വരെയാണ് എടുക്കുന്നത്. അപ്രകാരം തന്നെ തുല്യമായി ഏകദേശം ശുക്രനും ചൊവ്വയും അങ്ങനെ തന്നെയാണ്. വ്യാഴം ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ 1 വർഷമെടുക്കുന്നു. ശനിയാകട്ടെ 2.5 വർഷം, രാഹുകേതുക്കൾ 1.5 വർഷവും. ഇവിടെ സൂര്യൻ്റെ ചാരവശാലുള്ള ഒരു മാസക്കാലത്തെ ഫലനിരൂപണമാണ് ഡോക്ടർ മാരാജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. 1200 കുംഭമാസം 30-ാം തീയതി, അതായത് 2025 മാർച്ച് മാസം 14-ാം തീയതി വെള്ളിയാഴ്ച ഉദ്ദേശം വൈകിട്ട് 6:30 കുംഭമാസത്തിൽ നിന്നും മീനമാസത്തിലേക്ക് സൂര്യൻ്റെ പ്രയാണം. ഇതിന് മീനരവി സംക്രമമെന്നാണ് പറയുന്നത്. ഇവിടെ മീനൻ രാശിയിൽ സൂര്യൻ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടത്തിലേക്ക് ആരോഹണക്രമത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെയധികം ഗുണമാണ്. കഴിഞ്ഞ 2 മാസം മകരവും കുംഭവും സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിച്ച മാസങ്ങളാണ്. പക്ഷേ ആശ്രയഫലം അത്ര ഗുണമായിരുന്നില്ല മകരത്തിലും കുംഭത്തിലും. പക്ഷേ മീനത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വളരെ ഗുണമാണ്. തോയോത്ഥ പണ്യവിഭവ വനിതാധൃതശ്ച അന്ത്യേ. തോയ ഉത്ഥ പണ്യവിഭവ, ജലവുമായി ബന്ധപ്പെടുന്ന വസ്തുക്കളിൽ നിന്നുമുണ്ടാകുന്ന ലാഭം സൂര്യൻ പ്രദാനം ചെയ്യും മീനൻ രാശിക്കാർക്ക്. സ്വതവേ മീനം ഒരു ജലരാശിയാണ്. അതിൻ്റെ ചിഹ്നം തന്നെ 2 മത്സ്യങ്ങളാണ്. അതിനാൽ ജലവുമായിട്ട് ബന്ധപ്പെടുന്ന പദ്ധതികളെല്ലാം തന്നെ വിജയിക്കും മീനമാസത്തിൽ സൂര്യൻ വരുമ്പോൾ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വനിതാധൃത, വനിതകളാൽ, സ്ത്രീകളാൽ ആദരിക്കപ്പെടുക എന്നൊരു വലിയ ഫലവും കൂടിയുണ്ട്. തൻ്റെ വീട്ടിൽ തന്നെ സ്ത്രീകളാൽ ആദരിക്കപ്പെടുക, ബഹുമാനിക്കപ്പെടുക, അല്ലെങ്കിൽ പ്രാധാന്യം ലഭിക്കുക, ദാമ്പത്യത്തിലൊക്കെ തന്നെ തൻ്റെ കർമ്മമേഖലയിൽ അന്യസ്ത്രീകളാൽ തനിക്ക് ആദരവ് ലഭിക്കുക, ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ഇവിടെ സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ്. ആദ്യമായി നമുക്ക് മേടം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ ചിന്തിക്കാം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു മേടം രാശി. ഇവിടെ മേടം രാശിക്കാർക്ക് സൂര്യൻ എവിടെ നിൽക്കുന്നു? സൂര്യൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. എന്താണ് 12-ാം ഭാവം? ജ്യോതിഷത്തിൽ 6, 8, 12 ഭാവങ്ങൾ അത്ര ശുഭമല്ല. ഷഷ്ടം, ദ്വാദശം, അഷ്ടമഞ്ച മുനിയോ ഭാവാൻ അനിഷ്ഠാൻ വിദുഹു. 6, 8, 12 ഭാവങ്ങൾ ജ്യോതിഷത്തിൽ ശുഭമുള്ള ഭാവമല്ല. എന്താണ് 12-ാം ഭാവം? പാപം, വ്യയം ച പതനം, നിരയം, വാമം, അമ്പകം, സ്ഥാനഭ്രംശം ച വൈകല്യം ദ്വാദശേന വിചിന്തയേത്. പാപങ്ങൾ, ചെലവുകൾ, പതനങ്ങൾ, സ്ഥാനഭ്രംശം, വൈകല്യങ്ങൾ, ശാരീരികമായ വൈകല്യങ്ങൾ, രോഗങ്ങൾ, ഇതൊക്കെ ചിന്തിക്കുന്ന ഭാവമാകുന്നു 12-ാം ഭാവം. 12-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ പ്രായേണ നല്ലതാണോ? അല്ല. പാപഗ്രഹങ്ങൾ നിന്നാൽ നല്ലതാണോ? അല്ല. 12-ാം ഭാവത്തിൽ വരാഹമിഹിര ആചാര്യൻ ഒരു ഗ്രഹത്തിന് മാത്രമേ ശുഭത്വം പറഞ്ഞിട്ടുള്ളൂ. അത് ശുക്രന് മാത്രമാണ്. സധനോന്ത്യേ, 12-ൽ ശുക്രൻ ധനത്തെ പ്രദാനം ചെയ്യുമെന്നൊരു ഫലം മാത്രം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 12-ൽ വ്യാഴം നിന്നാലും ശനി നിന്നാലും വളരെയധികം നല്ലൊരു ഫലം പറഞ്ഞിരിക്കുന്നത് യജ്ഞവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ വളരെയധികം ഗുണങ്ങൾ കാണുന്നു. 12-ൽ ശുഭഗ്രഹം നിൽക്കുകയാണെങ്കിൽ ഒരു വ്യക്തി സ്വസ്ഥനായി മൃതി ചെയ്യും. തൻ്റെ അവസാന സമയത്ത് 12-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം ആകസ്മികമായി ആരെയും ബുദ്ധിമുട്ടിക്കാതെ സുഖമായി സ്വർഗത്തിലേക്ക് പോകും. 12-ൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഒരാൾ വളരെയധികം കഷ്ടപ്പെട്ട് ബെഡിൽ കിടന്ന് ബെഡ്രിഡനായിട്ട് മരിക്കുന്നൊരവസ്ഥയും കാണാറുണ്ട്. അങ്ങനെയാണ് ആചാര്യന്മാർ ഫലം പറഞ്ഞിരിക്കുന്നത്. ഹോരാചാര്യർ പറഞ്ഞ ഫലം 12-ൽ സൂര്യൻ നിൽക്കുമ്പോൾ പതിതസ്തുരിഭേ എന്നാണ്. പതിതഹത്തു, ഇയാൾക്ക് വീഴ്ച വരും, പാതിത്യം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം മേടൻ രാശിക്കാർ. ഈ ഒരു മാസക്കാലം
കാരണം മേടൻ രാശിക്കാർക്ക് ഇപ്പം പ്രായണ സമയം അത്ര അനുകൂലമാകണമെന്നില്ല. അവർക്ക് ഏഴര ശനിയുടെ തുടക്കം 29-ാം തീയതി മാർച്ച് മുതൽ ആരംഭിക്കുകയാണ്. മേടൻ രാശിക്കാർക്ക് സൂര്യൻ ഏത് ഭാവത്തിൻ്റെ അധിപനാണ്? 5-ാം ഭാവത്തിൻ്റെ അധിപനാണ്. എന്താണ് 5-ാം ഭാവം? പ്രജ്ഞാ, മേധ, പ്രതിഭ, വിവേകശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, അമത്യ, തനൂജാഹ, പഞ്ചമത, സൗമനസ്യമപി ചിന്യം. തൻ്റെ പ്രജ്ഞ, ബുദ്ധി, പ്രതിഭ, പൂർവികമായ പുണ്യങ്ങൾ, മന്ത്രങ്ങൾ, മന്ത്രിമാർ, ഉപദേശം കൊടുക്കുക, തൻ്റെ സന്താനങ്ങൾ, തൻ്റെ നല്ല ബുദ്ധി, ഇതൊക്കെ ചിന്തിക്കുന്ന ഭാവമാകുന്നു 5-ാം ഭാവം. ആ ഭാവാധിപൻ 12-ാം ഭാവത്തിൽ പോയാൽ ഈ ഭാവങ്ങൾക്കൊക്കെ തന്നെ വൈകല്യങ്ങളാണ് ഉണ്ടാവുക. അതിനാൽ സന്താന വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. സന്താനങ്ങൾക്ക് രോഗാദി അരിഷ്ടതകൾ വരും. സന്താനങ്ങൾ ശത്രുക്കളാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ സന്താനങ്ങളുമായി ഉണ്ടാകപ്പെടുന്ന മാസമാകുന്നു ഇത്. അവരുടെ അസ്വസ്ഥമായ സന്താനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കേണ്ടുന്ന അവസ്ഥയാണ്. മക്കൾ വികൃതി കളിച്ചാൽ പലപ്പോഴും തനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും, കോടതിയിൽ പോകേണ്ടി വരും. പലപ്പോഴും ലൈസൻസ് ഇല്ലാതെ മക്കൾ അച്ഛന് വാഹനമെടുത്ത് റോഡിലൂടെ സഞ്ചരിക്കും, ആരെങ്കിലും ഇടിക്കും. കേസായോ? കേസായി കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരുമോ? പോകേണ്ടി വരും. തൻ്റെ പേരിലാണ് വാഹനം. അതിനാൽ മക്കളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ വളരെ ജാഗ്രത പാലിക്കുക. സൂര്യൻ പിതൃകാരകനാണ്. സൂര്യനെ കൊണ്ടാണ് അച്ഛനെ ചിന്തിക്കേണ്ടത്. അച്ഛനും അത്ര നല്ല സമയമല്ല. അച്ഛൻ്റെ ആരോഗ്യ വിഷയവും വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു മാസക്കാലം. ശാരീരികമായി ഏത് രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു? വരാഹമിഹിര ആചാര്യൻ വീഴ്ച എന്ന് പറഞ്ഞു. വിപക്ഷാഹവേ ജായദേശോ ജയശ്രീഹി. ശത്രുക്കളുമായി യുദ്ധത്തിൽ തനിക്ക് ജയിക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അത് 12-ലെ ആദ്യത്തിനും 12-ലെ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. സ്ഥിതിയലിപ്സിയ ലീയതേ ദേഹദുഃഖം. സ്റ്റെബിലിറ്റി, തന്നെ നിലനിൽപ്പിനായിക്കൊണ്ട് ദേഹദുഃഖം, ശരീരത്തിൻ്റെ സുഖവും ദുഃഖവും ചിന്തിക്കില്ല മേടൻ രാശിക്കാർ. അവർ ഹാർഡ് വർക്ക് ചെയ്യും. അതിൻ്റെ പ്രത്യാഘാതം ഏത് രീതിയിൽ വരും? ശാരീരികമായി അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും. പാദങ്ങൾക്ക് രോഗം വരും. ഡിസ്ക്, നടുവേദന വരും. വയറിൻ്റെ പാർശ്വഭാഗങ്ങളിൽ രോഗം വരും. സൂര്യൻ സർജിക്കൽ പ്ലാനറ്റാണ്. പെട്ടെന്ന് വീഴുക, പെട്ടെന്ന് സർജറി ഉണ്ടാവുക. പാദങ്ങൾക്ക് എല്ല് പൊട്ടുക, ബോൺ, അസ്ഥികാരകനാകുന്നു സൂര്യൻ. അസ്ഥി സംബന്ധമായി വൈകല്യങ്ങൾ വരും. സ്വതവേ മേടൻ രാശിക്ക് ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ദുർബല ജാനുഹു, കാൽമുട്ടുകൾക്ക് ബലക്കുറവ് വരുന്ന രാശിയാണ്. അതിനാൽ പാദങ്ങൾക്ക് ബലക്കുറവ് വരും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞിട്ടുള്ളത് തോയേ ജഭീരു, വെള്ളത്തിനെ ഭയക്കണം. അതിനാൽ എപ്പോഴും തൻ്റെ നിലം, തറ ഇതൊക്കെ വളരെ ശുദ്ധിയായി വെച്ചില്ലെങ്കിൽ സ്ലിപ്പായി വീഴും. പ്രായമുള്ളവർ വീണാൽ എല്ല് പൊട്ടും, സുനിശ്ചിതമാണത്. അതിനാൽ ശ്രദ്ധിക്കുക. പിതൃവ്യാപതോ ഹാനി അർദ്ധപ്രദേശേ. അച്ഛൻ്റെ സഹോദരങ്ങൾ മുതലായവർക്ക് അപകടങ്ങൾ ഉണ്ടാകും. സൂര്യൻ പിതൃകാരകനാണ്. അച്ഛനെയും അച്ഛൻ്റെ സഹോദരങ്ങളെയും ചിന്തിക്കാം. ഹാനിഹി അർദ്ധപ്രദേശേ, വഴിയിൽ വെച്ച് തനിക്ക് അപകടമുണ്ടാകും. അതിനാൽ മേടൻ രാശിക്കാർ യാത്ര വളരെ ശ്രദ്ധിക്കുക. വളരെയധികം അപകടങ്ങൾ തനിക്ക് പതിയിരിക്കും മേടൻ രാശിക്കാർക്ക്. അസമയത്തുള്ള യാത്ര വേണ്ട. മേടൻ രാശി നിശാരാശിയാണ്. ഗോജാശ് കർക്കമിഥുന സമർഗ നിശാഖ്യാഹ. ഗോ അജ അശ്വ. ഗോ എന്നാൽ ഇടവം, അജം മേടം, അശ്വൻ ധനു, സമൃഗം മകരം. ഇതൊക്കെ രാത്രി രാശിയാണ്. രാത്രി സഞ്ചരിക്കരുത്. അസമയത്തിൻ്റെ സഞ്ചാരത്തിലൂടെ അപകടങ്ങൾ ഉണ്ടാകാം. പെട്ടെന്ന് അപകടത്തിൽ ചെന്ന് ചാടാം. വളരെ ജാഗ്രത പാലിക്കുക. എന്താണ് മേടൻ രാശിക്കുള്ള പരിഹാരം? അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര വഴിപാടുകൾ ചെയ്യുക. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി പ്രായമുള്ള അച്ഛൻ്റെ പേരിൽ ചെയ്യണം. മൃത്യുഞ്ജയ ഹോമം ചെയ്യണം. തനിക്ക് ശത്രുദോഷങ്ങളൊക്കെ മാറാൻ മൃത്യുഞ്ജയ പൂജയോ മൃത്യുഞ്ജയ ഹോമമോ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥന ചിന്മുദ്രയിൽ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രമാകുന്നു. അതിനപ്പുറം നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോകുക, ദർശനം നടത്തുക. അതിന് പുറമെ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. ലോകത്തിലെ ഏറ്റവും ശക്തമായ മന്ത്രമാകുന്നു ആദിത്യ ഹൃദയ മന്ത്രം. പ്രിയമുള്ള പ്രേക്ഷകരെ, ഞാനിവിടെ ലണ്ടനിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾക്കൊരു മഹത്തായ സന്ദേശം, ഈ മീനമാസത്തിലേക്കുള്ള സൂര്യൻ മാറുന്ന സന്ദേശം നൽകുന്നത്. ലണ്ടനിൽ നല്ല തണുപ്പാണിപ്പോൾ. നമ്മുടെ നാട്ടിൽ ഇതാ മീനമാസത്തിലെ സൂര്യനാണ്. കത്തിജ്വലിക്കുകയാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ. സൂര്യൻ അങ്ങനെ കത്തിക്കീറുകയാണ്. ജോലിക്കാർക്കൊക്കെ പോകാൻ വലിയ പ്രയാസമാണ്. എൻ്റെ പല സുഹൃത്തുക്കളും നാട്ടിലുള്ള കാലാവസ്ഥയെപ്പറ്റി പറയാറുണ്ട്. ഇവിടെ ഈ റൂമിൽ പോലും ഞാനിപ്പോൾ ഹീറ്റർ ഇട്ടുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെ വിൻ്ററാണ്. സുഖം ഹി ദുഃഖാൻ അനുഭൂയ ശോഭതേ ഘന അന്ധകാരീക്ഷിവ ദീപദർശനം. സുഖങ്ങളൊക്കെ അങ്ങനെയാണ്. ദുഃഖവും സുഖവും കലർന്ന് സമ്മിശ്രമാകുന്ന ജീവിതം.
പ്രകാശമുണ്ടാകുമ്പോൾ, വെളിച്ചമുണ്ടാകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്തുണ്ടാകും? ഇരുട്ടുമുണ്ടാകും, അല്ലേ? പകലിന് രാത്രിയുണ്ട്, കറുപ്പിന് വെളുപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എല്ലാ ദുഃഖങ്ങളെയും നേരിടണം. ആ നേരിട്ടാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഹാർമണി ഉണ്ടാവുകയുള്ളൂ. മേൽപ്പറഞ്ഞ പരിഹാരങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മേടനാഴ്ച പ്രേക്ഷകർ ചെയ്യുക. അതിശോഭനമായ നല്ല ഒരു ഭാവി മേടൻ രാശിക്കാർക്ക് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.